അടുത്ത കാലത്ത് നമുക്ക് ചിരപരിചിതമായ ഒരു വാക്കാണ് മേഘസ്ഫോടനം. ഭയാനകമായ മഴ, മിന്നൽ പ്രളയം ഒക്കെയാണ് ഈ പ്രതിഭാസത്തിൻ്റെ ഫലം. പണ്ടൊക്കെ വളരെ അപൂർവമായി മാത്രം സംഭവിച്ചിരുന്ന ഈ പ്രതിഭാസം ഇപ്പോൾ സാധാരണമായി കഴിഞ്ഞിരിക്കുന്നു. ഒരു സ്ഥലത്ത് സാധാരണയിൽ നിന്നും വളരെ കൂടുതൽ അളവിൽ മണിക്കൂറുകളോളം നിന്നു പെയ്യുന്ന മഴയാണിതിൻ്റെ ഫലം. സാധാരണ മഴക്കാലത്ത് പെയ്യുന്ന മഴയുടെ സ്വഭാവമല്ല മേഘസ്ഫോടനം കാരണം ഉണ്ടാകുന്നത്. ആഗോള കാലാവസ്ഥയിലുണ്ടായ മാറ്റം കാരണം അന്തരീക്ഷ നിലകളിൽ സംഭവിക്കുന്ന ഇംബാലൻസ്, പെട്ടെന്നുണ്ടാകുന്ന താപവ്യതിയാനങ്ങൾ, കാറ്റ് ഒക്കെ കാരണം കിലോമീറ്ററുകളോളം കട്ടിയുള്ള ജലാംശവും ഇടിമിന്നലിന് കാരണമാകുന്ന ചാർജുള്ള കണങ്ങളും എല്ലാം അടങ്ങിയ ക്യുമുനോലിംബസ് മേഘങ്ങൾ ഒരു പ്രത്യേക പ്രദേശത്തിന് മുകളിൽ അടിഞ്ഞുകൂടി പേമാരിയായി പെയ്യുന്നതാണ് മേഘസ്ഫോടനം. സാധാരണ കാലവർഷക്കാലത്തെ മഴയുടെ അളവ് മണിക്കൂറിൽ 10-15 മില്ലിമീറ്റർ ആണെങ്കിൽ മേഘസ്ഫോടനം കാരണമുണ്ടാകുന്ന മഴയുടെ അളവ് 100 മില്ലിമീറ്റർ ആണ്. നമുക്കിന്ന് ഈ വിഷയം ചർച്ച ചെയ്താലോ? റെഡിയല്ലേ? പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമസ്കാരം. സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു കാര്യം സൂചിപ്പിക്കട്ടെ, നിങ്ങൾ എഴുതിയ പുസ്തകങ്ങൾ ആധികാരികമായി മികച്ച രീതിയിൽ പ്രസിദ്ധീകരിക്കാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ അതിനൊരു സംവിധാനമുണ്ട്. ഇവിടെ കാണുന്ന 9539009979 എന്ന നമ്പറിലോ info@vedabooks.in എന്ന മെയിൽ ID-യിലോ ബന്ധപ്പെടുക. നൂറുകണക്കിന് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച വേദ ബുക്സ് നിങ്ങളുടെ രചനകളും പ്രസിദ്ധീകരിക്കാൻ സഹായിക്കും. വേദ ബുക്സിൻ്റെ മെയിൽ ID, വെബ്സൈറ്റ് എന്നിവയെല്ലാം ഡിസ്ക്രിപ്ഷനിലും ആദ്യ കമൻറ്റിലും കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. ശരി, നമുക്ക് വിഷയത്തിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം ഉത്തരകാശിയിൽ മേഘസ്ഫോടനം കാരണമുണ്ടായ മിന്നൽ പ്രളയത്തിൻ്റെ ഭയാനകമായ ദൃശ്യങ്ങൾ കാണുകയുണ്ടായി. കഴിഞ്ഞ വർഷം കേരളത്തിലുണ്ടായ മുണ്ടക്കൈ ഉരുൾപൊട്ടലിൻ്റെ കാരണവും മേഘസ്ഫോടനം കാരണമുണ്ടായ പേമാരിയായിരുന്നു. അങ്ങനെ മേഘസ്ഫോടനം എന്നത് സാധാരണമായി കഴിഞ്ഞു. എന്താണ് മേഘസ്ഫോടനം എന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് എന്താണ് മേഘങ്ങൾ, എങ്ങനെയാണ് ഈ മേഘങ്ങളിൽ നിന്ന് മഴ പെയ്യുന്നത് എന്നൊക്കെ നമ്മൾക്കറിയേണ്ടതുണ്ട്. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ അന്തരീക്ഷത്തിലെ ജലാംശം കണ്ടൻസ് ചെയ്യുന്നതാണ്, ഘനീഭവിക്കുന്നതാണ് മേഘങ്ങൾ. ഉദാഹരണത്തിന്, നല്ല തണുപ്പുള്ള AC-യിൽ നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ കണ്ണടയിൽ ഇങ്ങനെ ഫോഗ് അടിയില്ലേ? ചിലപ്പോൾ കാറിൻ്റെ വിൻഷീൽഡിൽ ഫോഗ് അടിയുന്നത് കണ്ടിട്ടില്ലേ? തണുത്ത സർഫസിൽ അന്തരീക്ഷത്തിലെ ജലാംശം ഇങ്ങനെ അടിയുന്നതാണിത്. മേഘങ്ങൾ ഉണ്ടാകുന്നതും ഇങ്ങനെ തന്നെയാണ്. ഹൈറേഞ്ചിൽ ഉണ്ടാകുന്ന മൂടൽ മഞ്ഞും മേഘങ്ങൾ തന്നെയാണ്. അത് പിന്നാലെ പറയാം. ഇങ്ങനെ ഉണ്ടാകുന്ന മേഘങ്ങളിലെ ജലാംശം ഒരു ക്രിട്ടിക്കൽ ലിമിറ്റ് കഴിയുമ്പോഴാണ് അത് മഴയായി പെയ്യുന്നത്. ഒരു കവിതാശകലം കേട്ടിട്ടില്ലേ? മരങ്ങൾ ചായുന്നു ഫലാഗമത്തിനാൽ, പരം നമിക്കുന്നു ഘനം നവാമ്പുവാൽ, സമൃദ്ധിയിൽ സജ്ജനമൂറ്റമാർന്നിട, പരോപകാരിക്കിതുതാൻ പ്രമാണമാം. എന്ന് വെച്ചാൽ, ഫലങ്ങൾ വന്നു നിറയുമ്പോൾ മരക്കൊമ്പുകൾ ചാഞ്ഞു വരും. മഴത്തുള്ളികൾ നിറയുമ്പോൾ മേഘം മഴയായി താഴേക്ക് വരും. ഒരു വലിയ ശാസ്ത്രതത്വം ഉപയോഗിച്ച് സജ്ജനങ്ങൾ എപ്പോഴും വിനയാന്വിതരായിരിക്കണം എന്ന് കവിതയിലൂടെ പറയുകയാണിവിടെ. എന്ന് വെച്ചാൽ, വെള്ളം നിറയുമ്പോഴാണ് മേഘങ്ങൾ മഴയായി പെയ്യുന്നത് എന്ന്. എല്ലാ മേഘങ്ങളും മഴയായി മാറുന്നില്ല. അപ്പോൾ മേഘങ്ങൾ പലതരത്തിലുണ്ട്, തീർച്ചയായും ഉണ്ട്. പഞ്ഞിക്കെട്ടുകൾ പോലെ പറന്നു നടക്കുന്ന മേഘങ്ങളിലും ജലാംശവും ഐസ് ക്രിസ്റ്റലുകളും ഉണ്ടെങ്കിലും മഴയായി വീഴാൻ തക്ക വിധമുള്ള ജലാംശമില്ല. അവ ജലബാഷ്പം അഥവാ വാട്ടർ വേപ്പറായിട്ടാണുള്ളത്. അന്തരീക്ഷത്തിൻ്റെ ഉയർന്ന നിലകളിൽ നല്ല തണുപ്പായതുകൊണ്ട് ജലാംശം കണ്ടൻസ് ചെയ്ത് വായുവിൽ സസ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന അവസ്ഥയാണ് നാം കാണുന്ന മേഘങ്ങൾ. നമ്മുടെ കണ്ണടകളിൽ പറ്റിക്കൂടുന്ന ഫോഗ് തന്നെയാണിവ. എന്നാൽ മഴ പെയ്യുന്ന മേഘങ്ങൾ കറുത്തിരുണ്ടതാണെന്ന് നമുക്കറിയാമല്ലോ. അവയിൽ ജലാംശം കൂടുതലുള്ളതുകൊണ്ട് പ്രകാശം കടന്നു പോകുന്നില്ല. അതുകൊണ്ടാണ് കറുത്തിരുണ്ട് കാണുന്നത്.
പ്രധാനമായും മേഘങ്ങളെ അവയുടെ സ്വഭാവമനുസരിച്ച് നാലായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തേത് സൈറസ് ക്ലൗഡ്സ് എന്ന വിഭാഗമാണ്. തെളിഞ്ഞ ആകാശത്തിൽ ഇങ്ങനെ തൂവല് പോലെ പാറി നടക്കുന്ന നേർത്ത വെൺമേഘങ്ങളാണിത്. അതിൽ പ്രധാനമായും ഉള്ളത് ഐസ് ക്രിസ്റ്റലുകൾ തന്നെയാണ്. തെളിഞ്ഞ കാലാവസ്ഥയുടെ ഒരു ലക്ഷണമാണിത്. അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന നിലകളിലാണ് ഇവ പ്രധാനമായും ഉണ്ടാവുക. ആദ്യം പറഞ്ഞ ഹൈ റേഞ്ചുകളിൽ ഉണ്ടാകുന്ന മൂടൽമഞ്ഞ്, മിസ്റ്റ്, ഫോഗ് എന്നെല്ലാം പറയുന്നത് ഇതാണ്. അതേ കൂട്ടുകാരെ, കാൽപ്പനികതയുടെ ഏറ്റവും വലിയ പ്രതീകമായ മൂടൽമഞ്ഞ് എന്നത് വെൺമേഘങ്ങൾ മലയിറങ്ങി വരുന്നതാണ്. അടുത്തത് ക്യുമുലസ് ക്ലൗഡ്സ് എന്ന വെളുത്ത, കുറച്ചുകൂടി വലുതായ, തിക്കായ മേഘങ്ങളാണ്. ഇവയുടെ അടിവശം പരന്ന രീതിയിലാണ്. പാറി നടക്കുന്ന ഒരു കൂറ്റൻ മഞ്ഞുമല പോലെ വെളുത്തിരിക്കും. അവയ്ക്ക് പലപ്പോഴും കിലോമീറ്ററുകളോളം കട്ടിയുണ്ടാകും. അത്യാവശ്യം ഇടിമിന്നലും ഉണ്ടാകും. വിമാനയാത്രകളിൽ ചില സമയത്ത് പൈലറ്റ് എല്ലാവരോടും പെട്ടെന്ന് സീറ്റ് ബെൽറ്റ് ധരിക്കാൻ ആവശ്യപ്പെടാറില്ലേ? വിമാനത്തിൻ്റെ വഴിയിൽ ഇതുപോലുള്ള ക്യുമുലസ് മേഘങ്ങൾ വരുമ്പോഴാണ് ഇങ്ങനെ പറയുന്നത്. അതിനുള്ളിൽ കയറുമ്പോൾ ഈ പ്രഷർ ഡിഫറൻസ് കാരണം ഈ വിമാനം ഇങ്ങനെ വണ്ടിയൊക്കെ ഗട്ടറിൽ വീണ പോലെ ആകെ ഒന്ന് കുലുങ്ങാറുണ്ട്. അടുത്തത് സ്ട്രാറ്റസ് ക്ലൗഡ്സ് ആണ്. ആകാശം മേഘാവൃതമായിരിക്കും എന്ന് ചില കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കേട്ടിട്ടില്ലേ? മുഖം വീർപ്പിച്ച് പിണങ്ങി നിൽക്കുന്ന പ്രകൃതിക്ക് കാരണം ആകാശം മുഴുവൻ ഇങ്ങനെ നിറഞ്ഞ് പ്രത്യേക ആകൃതിയൊന്നുമില്ലാതെ, ഒരു വെയിലൊട്ടും കടന്നു വരാതെ, ചിലപ്പോൾ ചെറിയ ചാറ്റൽ മഴ നൽകുന്ന തരത്തിലുള്ള മേഘങ്ങളാണിത്. അടുത്തതാണ് നിംബസ് ക്ലൗഡ്സ്. ഇതാണ് ശരിക്കും കറുത്തിരുണ്ട മഴമേഘങ്ങൾ. ധാരാളം ജലവും ഐസ് ക്രിസ്റ്റലുകളും ഇടിമിന്നലുകളും എല്ലാം ഗർഭം ധരിച്ച ആകാശത്തെ മദയാനക്കൂട്ടങ്ങളാണിവ. ഇവയാണ് മഴയായി തകർത്തു പെയ്യുന്നത്. ഇതിൽ അപൂർവമായി ക്യുമുലസ് മേഘങ്ങളും നിംബസ് മേഘങ്ങളും ചേർന്ന ക്യുമുലോ നിംബസ് മേഘങ്ങളാണ് മേഘസ്ഫോടനം അഥവാ ക്ലൗഡ് ബസ്റ്റിന് കാരണമാകുന്നത്. കിലോമീറ്ററുകളോളം ഒരു ഗോപുരം പോലെ രൂപപ്പെടുന്ന ജലാംശം നിറഞ്ഞ കാർമേഘങ്ങൾ ഒരു പ്രദേശത്തിന് മുകളിലേക്ക് വളർന്നങ്ങ് പോകും. ഉള്ളിൽ വീർപ്പ് മുട്ടി നിൽക്കുന്ന ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം അണക്കെട്ട് പൊട്ടുന്നത് പോലെ, ആകാശം ഇടിഞ്ഞു വീഴുന്നത് പോലെ അങ്ങ് പെയ്യും. സത്യമാണ്, കൂറ്റൻ മേഘം പൊട്ടിത്തെറിക്കുക തന്നെയാണ്. അതുകൊണ്ട് തന്നെ മേഘസ്ഫോടനം എന്ന പേര് അന്വർത്ഥമാണ്. ക്യുമുലോനിംബസ് മേഘങ്ങൾ ഉണ്ടാകുന്നതിന് പല കാരണങ്ങളുണ്ട്. പല ദിശകളിൽ നിന്ന് വരുന്ന കാറ്റ് മേഘങ്ങളെ ഒരു പോയിന്റിലേക്ക് ഇങ്ങനെ തടുത്തു കൂട്ടി ഒരു പടുകൂറ്റൻ മേഘമാക്കി മാറ്റുന്നു. ഇപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഈ അടിച്ചു വരില്ലേ, ഇങ്ങനെ പല വശത്തു നിന്ന് അടിച്ചു വരുമ്പം അതിങ്ങനെ കൂന കൂടി വരുമല്ലോ. അതേപോലെ പല വശത്തു നിന്ന് കാറ്റ് മേഘങ്ങളെ ഇങ്ങനെ തടുത്തു കൂട്ടുമ്പോൾ അതിങ്ങനെ ഒന്നിനു മുകളിൽ ഒന്നായി അടിഞ്ഞങ്ങോട്ട് വളരെ വലുതായി മാറും. കാറ്റിൻ്റെ ശക്തി കൊണ്ടും ഉള്ളിലെ ഇടിമിന്നൽ കൊണ്ടുള്ള ഇലക്ട്രിക് ഡിസ്ചാർജ് കൊണ്ടും ഇതിലെ ജലാംശവും മറ്റും പെട്ടെന്ന് മുകളിലേക്ക് ഉയർന്നു പോയി അന്തരീക്ഷത്തിൻ്റെ മുകൾ നിലകളിൽ എത്തുമ്പോൾ പെട്ടെന്ന് തണുക്കുകയും അവ കണ്ടൻസ് ചെയ്ത് വെള്ളമായി വലിയ മഴയായി പെയ്യുകയുമാണ് ചെയ്യുന്നത്. മലമ്പ്രദേശങ്ങളിൽ വായുവിന് വേഗത്തിന് മുകളിലേക്ക് ഉയരാൻ മലയുടെ ചരിവ് സഹായിക്കുന്നു, ഒരു ഏണി കയറിപ്പോകുന്നത് പോലെ. അതുകൊണ്ടാണ് മേഘസ്ഫോടനം ഹൈ റേഞ്ചുകളിൽ കൂടുതലായി കാണുന്നത്. സമീപകാലത്തുണ്ടായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, ക്ലൈമറ്റ് ചേഞ്ച് കാറ്റിൻ്റെ ഗതിയെയും വേഗത്തിനെയും കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അടുത്ത കാലത്ത് മേഘസ്ഫോടനത്തിൻ്റെ വാർത്തകൾ നാം കൂടുതലായി കേൾക്കുന്നത്. സാധാരണ മഴയും മേഘസ്ഫോടനവും തമ്മിലുള്ള വ്യത്യാസം അറിയണമെങ്കിൽ അവയുടെ അളവ് കൂടി മനസ്സിലാക്കണം. നമ്മുടെ കാലവർഷക്കാലത്തെ ഒരു വലിയ മഴ എന്നത് 24 മണിക്കൂറിൽ 70 മില്ലിമീറ്ററാണ്. എന്നാൽ മേഘസ്ഫോടനം കാരണമുള്ള മഴ എന്നാൽ ഒരു മണിക്കൂറിൽ 100 മില്ലിമീറ്ററാണ്. ഒരു മണിക്കൂറിൽ അല്ല, ഒന്ന് നിന്ന്, ഈ 70 മില്ലിമീറ്റർ 100 മില്ലിമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ ഈ മഴ അളക്കുന്നത് സ്കെയിലോ ടൈപ്പോ വല്ലതും പിടിച്ചാണോ? എന്തൊന്നിടേ ഇത് എന്നാണോ ചോദിച്ചത്? അതേ കൂട്ടുകാരെ, മഴയുടെ അളവ് അങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്.
തുറസായ സ്ഥലത്ത് തുറന്നിരിക്കുന്ന റെയിൻ ഗേജ് എന്ന ഒരു പാത്രമാണത്. അതിൽ നേരിട്ട് വീഴുന്ന മഴവെള്ളം ആ അളവ് പാത്രത്തിൽ എത്ര മില്ലിമീറ്റർ ഉയരുന്നു എന്നതാണ് അതിൻ്റെ കണക്ക്. അത്രയേ ഉള്ളൂ സാധനം. അപ്പോൾ 1 മണിക്കൂറിൽ 100 മില്ലിമീറ്റർ എന്നാൽ അത് എത്ര ഭയാനകമായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കൂ. അതായത് മഴക്കാലത്തെ, നമ്മുടെ കാലവർഷക്കാലത്തെ വലിയ ഒരു മഴ ഒരു ദിവസം 24 മണിക്കൂറിൽ 70 മില്ലിമീറ്ററാണ്. എന്നാൽ ഇപ്പറഞ്ഞ മേഘസ്ഫോടനം കാരണമായ മഴ 1 മണിക്കൂറിൽ 100 മില്ലിമീറ്ററാണ്. അതായത് 24 മണിക്കൂറിൽ 2400 മില്ലിമീറ്റർ. നമ്മൾ വലിയ മഴ എന്നൊക്കെ കണക്കാക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടിയാണത്. എത്രയോ ഇരട്ടി. ഒന്ന് 70 മില്ലിമീറ്ററാണ്, മറ്റേ 2400 മില്ലിമീറ്റർ. അപ്പോൾ അതെത്ര ഭയാനകമായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കൂ. വളരെ വലിയ അളവിലുള്ള മേഘങ്ങൾ ഏതാനും കിലോമീറ്റർ മാത്രം ചുറ്റളവിൽ പെയ്യുന്ന അവസ്ഥയാണ്. ഒരു സംസ്ഥാനം മുഴുവൻ ഒരു മാസം കൊണ്ട് പെയ്യേണ്ട മഴ ഒരു പട്ടണത്തിൽ അല്ലെങ്കിൽ ഒരു മലമ്പ്രദേശത്ത്, ഒരു മലയുടെ മുകളിൽ 1 മണിക്കൂർ കൊണ്ട് പെയ്യുന്ന അവസ്ഥ. ഒരു വെടിമരുന്ന് ശാല പൊട്ടിത്തെറിക്കുന്നത് പോലെയാണിത്. നദികളിൽ നിന്ന നിൽപ്പിൽ വെള്ളം നിറഞ്ഞ് സർവ്വതിനെയും താറുമാറാക്കും. ഒരു പരിധി കഴിഞ്ഞ് വീഴുന്ന മഴവെള്ളത്തെ താങ്ങാൻ കഴിയാതെ വലിയ മലകൾ അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിച്ച് ഭ്രാന്ത് പിടിച്ച പോലെ വഴിയിലുള്ള സർവ്വതിനെയും നിമിഷങ്ങൾ കൊണ്ട് വിഴുങ്ങിക്കളയും. അതാണ് കഴിഞ്ഞ വർഷം വയനാട്ടിലും 2 ദിവസം മുമ്പ് ഉത്തരാഖണ്ഡിലും നാം കണ്ടത്. ഇതിനെ എങ്ങനെ നേരിടും? കൊടുങ്കാറ്റുകളും ചുഴലിക്കാറ്റുമൊക്കെ കൃത്യമായി പ്രവചിക്കുന്നത് പോലെ ഈ രാക്ഷസൻ്റെ വരവ് പ്രവചിക്കാനാവില്ല. ഡോപ്ലർ റഡാറൊക്കെ ഉപയോഗിച്ച് മേഘങ്ങളുടെ ഘടന, അതിലെ ജലാംശം ഒക്കെ നിരീക്ഷിച്ച് ഏകദേശം പറയാൻ കഴിയും. പക്ഷേ കാറ്റ് എവിടെ നിന്ന് എങ്ങനെ വരുന്നു എന്നൊന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മേഘസ്ഫോടനം എവിടെ എപ്പോൾ സംഭവിക്കും എന്നും പറയാൻ കഴിയില്ല. അതിഭീകരമായ മഴ പെയ്യുമ്പോൾ സൂക്ഷിക്കണം. ഇവൻ ചിലപ്പോൾ പണി തരും എന്ന് മനസ്സിലാക്കി വേണ്ടത് പെട്ടെന്ന് ചെയ്യുക എന്നത് മാത്രമേ മാർഗമുള്ളൂ. വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്ത് പിന്തുണയ്ക്കുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.